എന്ന പേരിൽ വിശ്വാസങ്ങളെ ആക്ഷേപിക്കരുതെന്ന് പറഞ്ഞ് സംവിധായകൻ അഖിൽ മാരാർ. അയോധ്യയിൽ പൂജിച്ച അക്ഷതം സ്വീകരിച്ച ചിത്രം പങ്കുവച്ചായിരുന്നു അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പ്. RSS അഖിലേന്ത്യാ സമ്പർക്ക പ്രമുഖ് ജയകുമാറിൽ നിന്നാണ് അഖിൽ മാരാർ അക്ഷതം സ്വീകരിച്ചത്. ഏതൊരു ക്ഷേത്രത്തിലെയും പ്രസാദം പോലെ ആദരവോടെ അത് സ്വീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാമക്ഷേത്രം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം പരമോന്നത നീതിപീഠം വിധി പറഞ്ഞ് സമവായത്തിൽ തീർപ്പ് കൽപ്പിച്ചു. ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഇനിയും പഴയ വിഷയങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ വിഷം കലർത്തി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന മതേതര കോമാളികളെ നിങ്ങൾ ചെയ്യുന്നത് ഉള്ളിൽ വർഗീയതയുടെ ലെവലേശം പോലുമില്ലാത്ത മനുഷ്യരുടെ കൂടി വർഗീയവാദികളാക്കുമെന്നതാണ്. ചിലർ ചാനലിൽ നടത്തുന്ന ഒരു ചർച്ച കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഹിന്ദു കണ്ടാലും അവൻ വർഗീയവാദിയായി മാറും. മാത്രമല്ല, സുരേഷ് ഗോപി അടുത്ത തവണ തൃശൂർ ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹത്തിന്റെ മിടുക്ക് കൊണ്ടോ BJPയുടെ സംഘടനാ സംവിധാനം കൊണ്ടോ ആയിരിക്കില്ല. സഖാക്കളുടെ പ്രചാരണവും പ്രതാപന്റെ വിവരക്കേടും കൂട്ടത്തിൽ കുറെ മാധ്യമ കോമരങ്ങളും നടത്തുന്ന കൂത്തുകൂടി ചേരുമ്പോൾ സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയാകുമെന്നും അഖിൽ മാരാർ പറയുന്നു. മതേതരം എന്ന പേരിൽ അല്ലെങ്കിൽ വർഗീയതയെ എതിർക്കുന്നു എന്ന പേരിൽ വെറുതെ നടന്ന് ഹിന്ദുക്കളുടെ നെഞ്ചിൽ കയറി അവരെയെല്ലാം BJP ആക്കി മാറ്റരുത്. RSS പണിയെടുത്ത് വളരുന്നുണ്ട്. ഈ രാജ്യത്തെ ഹിന്ദുവിനെ അവന്റെ വിശ്വാസങ്ങളെ പറഞ്ഞൊടുവിൽ RSSൽ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തിടെയായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വർഗീയത വളർത്തുന്ന രീതിയിലുള്ള ഒരുപാട് വ്യാജ പ്രചരണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയുടെയും സിനിമാ താരങ്ങളുടെയും ചില ഫോട്ടോകൾ കട്ട് ചെയ്തെടുത്ത് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വർഗീയതയുടെയും മതസ്പർദ്ധയും വളർത്തുന്ന രീതിയിലാണ്. സമൂഹത്തിൽ ഏതൊരു സംഭവം നടന്നാലും അതിനെയൊക്കെ മതപരമായ രീതിയിൽ വളച്ചൊടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു കൂട്ടം സോഷ്യൽ മീഡിയ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുപ്രചാരണം നടത്തുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.